എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ചിരിയേക്കാൾ വലിയൊരു ഔഷധം വേറെയില്ല. ചിരിയുടെ വേറിട്ടൊരു വേദിയായ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ എപ്പിസോഡ് നമ്മളുടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിന് മുൻപായിട്ട് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ സ്നേഹ സാന്നിധ്യം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഏറ്റവും പ്രിയമുള്ള ശ്രീ മണിയൻ പിള്ള രാജു. വെൽക്കം സർ. Beloved comedy king Ramesh Eden. Once upon a time in the floor-lekkunna innathe stand-up comedian, it's Melvin Manuel. Welcome. Once upon a time. Once upon a time. എന്താണ് ഇന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ ഇതിവൃത്തം? ചേട്ടാ, ഞാനിന്ന് എൻ്റെ ജീവിതകഥ തന്നെ പറയുന്നത്. ചെറുപ്പകാലം മുതൽ ഞാൻ ഇവിടെ എത്തിയ വരെയുള്ള ചെറിയ സംഭവവികാസങ്ങൾ ഞാൻ എന്താണ് KGF? നിനക്ക് എന്താണ് വേണ്ടത്? ദുനിയ ഇന്ന് കാലൊക്കെ കേട്ടാ ചെറുപ്പകാലം തൊട്ട് ഇന്ന് പോയിരിക്കും. മെൽവിൻ, ഓൾ ദി ബെസ്റ്റ്. നന്നായി ചെയ്യുക. ഓക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു പോലീസ് ആവണം എന്നായിരുന്നു ആഗ്രഹം. കാരണം വേറൊന്നുമല്ല, പോലീസ് ആകുമ്പോൾ ആരടിച്ചാലും തിരിച്ചിടിക്കില്ല. അപ്പോൾ പോലീസുകാർക്ക് അല്ലെങ്കിൽ പേടിയാൻ. പക്ഷേ എൻ്റെ ആഗ്രഹം മാറ്റിമറിച്ചത് ഞാൻ സിനിമകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ്. കാരണം സിനിമാ നടന്മാർ പോലീസുകാർ വെറുതെ നിഷ്പ്രയാസം പിടിച്ച് താഴ്ത്തിറങ്ങി. അപ്പോൾ സിനിമാ നടന്മാർക്കായിരിക്കും പവർ കൂടുതലെന്ന് എനിക്കന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിൽ സിനിമാ നടനാകണം എന്നൊരാഗ്രഹമില്ലായിരുന്നു. കാരണം എൻ്റെ കുട്ടിക്കാലത്ത്, അതായത് ഒരു 4-5 വയസ്സുള്ള സമയത്ത് എനിക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. കാരണം ഞാൻ സിനിമ കണ്ടു തുടങ്ങിയത് വീട്ടിലെ ചെറിയ TV-യിലാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ സിനിമാ നടന്മാരെന്ന് പറഞ്ഞാൽ ഈ TV-യുടെ ഉള്ളിൽ ജീവിക്കണ കുഞ്ഞു കുഞ്ഞു മനുഷ്യരാണ്. നമ്മൾ ഓൺ ചെയ്യുമ്പോഴാണ് അവർ വന്ന് പരിപാടി അവതരിപ്പിക്കുന്നത്. പക്ഷേ എൻ്റെ ഈ തെറ്റിദ്ധാരണ എന്നെ നയിച്ചത് വലിയൊരു അബദ്ധത്തിലേക്കാണ്. ഒരു ദിവസം ഞാൻ രാവിലെ TV കണ്ടുപിടിക്കണേ. അപ്പോൾ അമ്മ എനിക്ക് പുട്ടും കടലയും ഉണ്ടായിരുന്നു. ഞാൻ പുട്ടും കടലയും കഴിച്ചുകൊണ്ടാണ് TV കാണുന്നത്. അപ്പോൾ TV-യിൽ സൂര്യമാനസ സിനിമ, നമുക്കുള്ള സൂര്യമാനസ സിനിമ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതിന് അമ്മക്ക് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് വിശക്കണ് പുട്ട് ഇതാന്ന് പറയും. അപ്പോൾ എനിക്കങ്ങനെ സങ്കടമായി. ഞാൻ കഴിച്ച പുട്ട് ഒരു പിടി വാരെടുത്തിട്ട് ആ TV-യുടെ ഹോളിൽ കൂടെ ഇട്ടാണ്ട് വെച്ചു. അപ്പോൾ TV-യുടെ ഉള്ളിൽ നിന്നൊക്കെ പുകയൊക്കെ വന്നു. സൗണ്ട് കേട്ട് അപ്പനോടി വന്നു. അപ്പൻ ചോദിച്ച്, എന്താടാ TV-യിൽ നിന്ന് പുകയൊക്കെ വന്നെ? ഞാൻ പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി ഒരു പടത്തിൽ ബോംബ് പൊട്ടിച്ചാണ്, അതിൻ്റെ പുകയാണ് വന്നത്, അതാണ് വന്നത്. പക്ഷേ ബോംബ് പൊട്ടനേക്കാളും കൂടുതൽ നല്ല പൊട്ടിക്കില്ല. അപ്പം എനിക്കിട്ട് പൊട്ടിച്ചപ്പോൾ എനിക്ക് വെളിവ് വന്നു. അപ്പോൾ മനസ്സിലായി സിനിമാടന്മാരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അങ്ങനെ ഒരു 10-12 വയസ്സായപ്പോൾ എനിക്ക് സിനിമയിൽ കയറണം, സിനിമാടനാണല്ലോ മോഹം വന്നു. പക്ഷെ അത് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് സിനിമയിൽ കയറുന്നത് അന്വേഷിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും എങ്ങനെ സിനിമയ്ക്ക് കയറണമെന്ന് മാത്രമേ പറഞ്ഞില്ല, സിനിമയിൽ എങ്ങനെ കയറണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നീ സിനിമയിൽ കയറാൻ 2 വഴിയുള്ളത്. ഒന്നെങ്കിൽ മിമിക്രി പഠിക്കുക, അല്ലെങ്കിൽ നാടകം പഠിക്കുക. 2 മേഖലയിൽ കൂടി എനിക്ക് കയറാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ മിമിക്രിയാണ് നമുക്ക് പറ്റിയ പരിപാടി. ഞാനങ്ങനെ നമ്മുടെ പഴയ ജയറാമേട്ടൻ്റെ പഴയ ഗൾഫ് പ്രോഗ്രാമിൻ്റെ CD ഒക്കെ എടുത്തിട്ട് കണ്ട്, കാസറ്റ് ഒക്കെ ഇട്ട് കാണാൻ. അപ്പോൾ ജയറാമേട്ടൻ ഒരുപാട് പേരെ അനുകരിക്കുന്നുണ്ട്. കമൽഹാസൻ, പ്രേം നസീർ, KP ഉമർ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപിനെ അനുകരിക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചെയ്താൽ എനിക്ക് ചെറിയ ചമ്പലുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലെ ഒരു മുറിക്കകത്ത് നിന്ന് വാലടച്ച് എൻ്റെ കണ്ണാടും ബീപ്പൊക്കെ നിന്ന് സുരേഷ് ഗോപിങ്ങനെ ആവായിക്കണേ. പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ പാടില്ലാതെ കിടക്കുന്ന അപ്പൂപ്പനുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഞാൻ കണ്ണാടുമ്പോൾ പെട്ടെന്നുള്ള ആവശ്യമായിട്ട് പപ്പൂല്ലേ ഞങ്ങളുടെ പറഞ്ഞത്. അപ്പൂപ്പൻ ഞെട്ടി എണീറ്റ് വിസിലടിച്ച്. ഞാൻ സംഭവം വർക്കൗട്ടായി. അപ്പൂപ്പൻ വിസിലടിച്ച്. സത്യത്തിൽ അപ്പൂപ്പൻ വിസിലടിച്ചല്ല, അപ്പൂപ്പൻ ഇതായിട്ട് ഞെട്ടി അന്ത്യശ്വാസം വെച്ച് അപ്പൂപ്പൻ കാഞ്ഞ്. അങ്ങനെ അപ്പൂപ്പൻ്റെ മരണവും എൻ്റെ മിമിക്രിക്കാരൻ്റെ ജനനവും ഒരുമിച്ചായിരുന്നു. പിന്നീട് നാട്ടിൽ കിട്ടുന്ന വേദികളൊക്കെ വലിഞ്ഞു കയറി ഞാൻ മിമിക്രി കാണിക്കും. അങ്ങനെ മിമിക്രി കാണിച്ച് ഒരു 10 വയസ്സായപ്പോൾ എനിക്ക് തോന്നി പ്രൊഫഷണലാക്കണം. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കൊച്ചിയിലുള്ള ഒരു കോർഡിനേറ്റർ ചെന്ന് കണ്ട്, മിമിക്രി ട്രൂപ്പ് കോർഡിനേറ്റർ. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ശബ്ദമൊക്കെ അനുകരിക്കും സിനിമാടന്മാരുടെ, ഞാൻ ഈ സൗണ്ടിൻ്റെയൊക്കെ സൗണ്ടൊക്കെ ചെയ്യും, അപ്പോൾ എന്നെ ഒന്ന് ട്രൂപ്പിൽ ചേർക്കണം. പുള്ളി പറഞ്ഞ് ശരി എടുത്തേക്കാന്ന് പറഞ്ഞ് പുള്ളി അടുത്ത പോകാൻ എന്നെ വിളിച്ച് കൊണ്ടുപോയി. പക്ഷെ പുള്ളി എന്നെ കൊണ്ട് സ്റ്റാർ ചെയ്യിക്കുക, സ്കിറ്റ് ചെയ്യിക്കുക ഒന്നും ചെയ്യില്ല. പുള്ളി എന്നെ കട്ടം കെട്ടാനും ബോക്സ് ചുമക്കാനും മൈക്ക് കൊണ്ട് എടുത്തിച്ചു കൊടുക്കാനും. ഞാൻ പ്രോഗ്രാമിൽ ചേട്ടാ എന്ത് പണി ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അടുത്ത് ഒരു അവസരം ചോദിച്ചിട്ട് ചേട്ടൻ എന്നെ കൊണ്ട് ഈ പണിയെടുപ്പിക്കണം. പുള്ളി പറഞ്ഞു, മോനെ നിന്നെ സെലക്ട് ചെയ്ത് നിൻ്റെ കഴിവ് കണ്ടിട്ടല്ല, നിൻ്റെ ഈ പൊക്കവും മണ്ണോ കണ്ടിട്ടാണ്. എനിക്കൊരു പണിക്കാരൻ ആവശ്യം വന്നു, അതുകൊണ്ട് നിന്നെ എടുത്ത്. അങ്ങനെ ഞാൻ പതുക്കെ ആ ട്രൂപ്പിൽ സ്കൂട്ടായി. എനിക്ക് എൻ്റെ കഴിവ് പഠിക്കാൻ പറ്റില്ല. ഞാൻ വേറൊരു കോർഡിനേറ്ററെ പോയി കണ്ടു, പുള്ളി അറിയാണ്ട്. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ ഞാൻ സ്റ്റാറൊക്കെ ചെയ്യും, സിനിമാടന്മാരെ അനുകരിക്കും,
അപ്പോൾ ചേട്ടൻ്റെ ട്രൂപ്പിൽ ചാൻസ് വേണം പറഞ്ഞ് ഇനി ഒന്ന് അനുകരിച്ച് കാണിക്കും. ഞാനപ്പോൾ എൻ്റെ ഉള്ള എല്ലാ സകല സിനിമാടന്മാരെ അനുകരിച്ച് കാണിച്ചു. പുള്ളി പറഞ്ഞ് നിനക്ക് അവസരം തരാം, പക്ഷെ നീ വേദി കയറി അവതരിപ്പിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരിക്കലും നീ സിനിമാടന്മാരെ അനുകരിക്കാമെന്ന് പറയരുത്, നിൻ്റെ ശബ്ദത്തിൽ പറയാമെന്ന് പറഞ്ഞ് കാണിച്ചാൽ മതി, അപ്പോൾ എനിക്ക് പിന്നെ തല്ല് കിട്ടില്ല. അപ്പോൾ അതോടെ എനിക്ക് മനസ്സിലായി എനിക്കുള്ള കഴിവെന്താണ്. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. ഞാൻ ശരിക്കും പരിശ്രമിച്ച് ഒരു മിമിക്രിയൊക്കെ പഠിച്ചെടുത്ത്. പക്ഷെ അപ്പോഴും എനിക്ക് നാട്ടിൽ ചിഞ്ഞു പരിപാടികൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ടായി, ഒരു ഗൾഫ് ഷോ ചെയ്യണം, വിദേശ രാജ്യങ്ങളിൽ പോയി ചെയ്താലേ ഫേമസ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വിദേശ രാജ്യങ്ങളിൽ മാത്രം പരിപാടി പിടിക്കുന്ന ഒരാളെ പോയി കണ്ട്. ഞാൻ പറഞ്ഞ് ഏജൻറ്റ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഒരു അവസരം വേണം. പുള്ളിക്ക് ചെറിയ കുപ്പയൊക്കെ വാങ്ങിച്ചു കൊടുത്ത പുള്ളി ഓക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞ് പുള്ളിനെ വിളിച്ച്, മിൽവിൻ ഒരു പ്രോഗ്രാം ഉണ്ട്, വിദേശമാണ്, ഇവിടെ നിന്ന് വെച്ചപ്പോൾ ചൈനയിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു മടുപ്പായി. ഞാനെന്നറിയാം ചൈനയിലൊക്കെ പ്രോഗ്രാമിന് പോലെ എൻ്റെ കൂട്ടാകുമ്പോൾ ഞാൻ പോകണം. നമ്മൾ അവിടുത്തെ സ്പോൺസർമാരും ചൈനക്കാരായിരിക്കും. നമ്മൾ അവിടെ പോയി പരിപാടി തെപ്പിച്ച് എല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പേയ്മെൻറ്റ് മേടിക്കാൻ ചെല്ലുമ്പോൾ ഇവരിൽ ഏതാണ് ആ സ്പോൺസർ, എല്ലാത്തിനും ഒരേ മുഖമല്ലേ, ആദ്യം കാണിച്ച നാളെ കണ്ടുപിടിക്കാൻ പണിയാണ്. അപ്പോൾ അങ്ങനെ എങ്കിലും ഞാൻ പോയി, കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യമുണ്ട്. ഞാനങ്ങനെ മിമിക്രി അതിനെ ചെന്ന് വളരെ പ്രതീക്ഷയോടെ നല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ ചെന്ന് സ്റ്റേജിൽ കയറി പണിവാളിയത്. സാധാരണ നമ്മളെ വിദേശത്ത് പരിപാടി കൊണ്ടുപോകുന്നത് അടുത്ത വിദേശ മലയാളികളും പരിപാടി തെപ്പിക്കാൻ. അവിടെ ചെന്നപ്പോൾ കംപ്ലീറ്റ് ഓടിയെന്ന് ചൈനക്കാർ. ഞാൻ പെട്ടുപോയി, ഞാൻ എന്ത് കാണിക്കുന്നത് അറിയില്ല. ഞാൻ ദിവസം കണ്ണു അടച്ചിട്ട് ഞാൻ പ്രിപ്പയർ സാധനമായിട്ട് കാണിച്ച് മമ്മൂക്ക മോഹൻലാൽ അങ്ങനെ കാണിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ താറാങ്കൂടിലായിട്ട് പട്ടി കയറി പോലത്തെ സൗണ്ട്. ഞാൻ നോക്കുമ്പോൾ ചൈന മൊത്തം ഇളകിയിരിക്കണേ. ചൈനക്കാർ മൊത്തം സ്റ്റേജിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞേ. ചൈനീസ് ഭാഷ എനിക്കറിയില്ലെങ്കിലും പറയണത് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം അവിടെ ചൈനീസ് ഭാഷ അറിയുന്ന മലയാളിയോട് ചോദിച്ചു എന്താണ് അവർ പറയണത്. അപ്പം അവർ പറയണത് അവർക്ക് നീ കാണിച്ചെന്ന് മനസ്സിലായി. അവർ പറഞ്ഞത് അവരുടെ നടന്മാരെ ചിയാച്ചുംഷിൻ്റെയും ഷിംക്യാച്ചുംഷിൻ്റെയും ചുംകിഷിൻ്റെയൊക്കെ സൗണ്ട് എടുക്കാനാണ് പറഞ്ഞത്. നമ്മൾ ഇത് ആരാന്നുപോലും എനിക്കറിയാൻ പാടില്ല. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ അവരെ ഒന്നും അവതരിപ്പിക്കില്ല, ഒരു കാര്യം ചെയ്യാം, ചൈനയിലെ ഒരു ഒളിമ്പിക് സ്പോർട്സ്മാൻ ഉണ്ട് ലിലു ഷാൻ, പുള്ളിനെ അനുകരിക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് സ്റ്റേജിൽ നിർത്തി ഒറ്റ ഓട്ടം കൊണ്ട് ഓടി. പിന്നെ നേരെ പോയിട്ട് ഇന്ത്യയിൽ പോയി നിന്നു. അങ്ങനെ അതോടെ വിദേശ രാജ്യത്ത് പരിപാടി തെപ്പിക്കണമെന്ന എൻ്റെ മോഹം ഞാൻ മാറ്റിവെച്ചു. അപ്പോഴും എൻ്റെ സിനിമാ മോഹം ഞാൻ കളഞ്ഞില്ല. ഞാൻ സിനിമയിൽ ചാൻസ് കണ്ടായിരുന്നു, പല സംവിധാനന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു ചെറിയ സംവിധാനം കണ്ട് ആദ്യം 1-2 സിനിമകൾ മാത്രം ചെയ്ത് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ അഭിനയം പ്രകടിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം അത് കണ്ടിട്ട് പറഞ്ഞു, സുഹൃത്തേ താങ്കളുടെ അഭിനയം കണ്ടിട്ട് എനിക്ക് തോന്നിയത് താങ്കൾ എന്നെപ്പോലൊരു ചെറിയ സംവിധാനൻ്റെ പടത്തിൽ ചെറിയൊരു വേഷവും ചെയ്ത് ഒരു 5-6 സീനൊക്കെ അഭിനയിച്ച് പോകേണ്ട ഒരാളല്ല. താങ്കൾ ഇതിലും വലിയ ലെവലിൽ ചെയ്യേണ്ട ആളാണ്, എന്തിനും വ്യത്യസ്തമായിട്ടുള്ള ചെയ്യേണ്ട ആളാണ്. അതുകൊണ്ട് താങ്കൾ ഇതിലും വ്യത്യസ്തമായ നല്ല വേഷങ്ങൾ മാത്രം ശ്രമിക്കുക. ഇതെനിക്ക് ശരിക്കും അങ്ങോട്ട് ഉണ്ട്. ഞാനിപ്പോൾ വലിയ എന്തോ സംഭവമാണ്, വലിയൊരു കഴിവുണ്ട്. അങ്ങനെ ഞാൻ വേറൊരു കുറച്ചുകൂടി മെച്ചപ്പെട്ട സംവിധാനം ഇപ്പോൾ കണ്ട്. ഒരുപാട് സിനിമകൾ, അത്യാവശ്യം കുറേ സിനിമകൾ ചെയ്ത് ഹിറ്റൊക്കെ അടിച്ച സംവിധാനം ഞാൻ വിളിച്ചിട്ട് കണ്ട്. പുള്ളിയുടെ മുമ്പിൽ എൻ്റെ അഭിനയം കാഴ്ച വെച്ചു. പുള്ളി എപ്പോഴും പറഞ്ഞു, മിൽബിൻ താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ പടത്തിൽ ചിലപ്പോൾ നായകൻ്റെ കൂട്ടുകാരനായിട്ട് സഹോദരനായിട്ട് റോൾ തരാം, അതൊക്കെ ചെയ്ത് ചിലപ്പോൾ ത്രൂ ഔട്ട് റോൾ ഉണ്ടാവും, അതൊക്കെ ചെയ്ത് പോകേണ്ട. പക്ഷേ അങ്ങനെ ചെയ്ത് പോകേണ്ട ഒരാളല്ല താങ്കൾ ഇതിലും വലിയ ലെവലെത്തേണ്ട ആളാണ്. താങ്കൾ വേറെ നിങ്ങൾക്ക് അങ്ങനൊരു കഴിവുള്ളതാണ്, വ്യത്യസ്തമാണെന്ന് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് താൻ ഇതിലും വലിയൊരു റോൾ അന്വേഷിക്കുക. അങ്ങനെ ഞാൻ മലയാളത്തിലെ ടോപ്പ് ഡയറക്ടറെ പോയി കണ്ട് പുള്ളും മുമ്പിൽ ഞാൻ എൻ്റെ പ്രകടനം കാഴ്ച വെച്ച്. പുള്ളി പറഞ്ഞു, മോനെ എൻ്റെ അഭിനയം കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത പടത്തിൽ നിന്നെ നായകനാക്കാം, ചിലപ്പോൾ പടം ഹിറ്റും ആവും. അത് കഴിഞ്ഞിട്ട് കുറേ സിനിമകൾ നിനക്ക് ഒരുപാട് സിനിമകൾ ചെയ്ത് ചിലപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറായി ഒതുങ്ങിപ്പോണ്ട ആളല്ല നീ അതിലും വലിയ ലെവലെത്തേണ്ട ആളാണ്, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതാണ്. അപ്പോൾ എനിക്ക് ശരിക്കാണ്ട് കൊണ്ട് എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ വലിയൊരു കഴിവുണ്ട്, അതിങ്ങനെ അഭിനയിച്ച് നശിപ്പിക്കാളല്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ആ കഴിവ് വളരെ ഭദ്രമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുന്നു. ഒരിക്കലും ഞാൻ ഉപയോഗിക്കില്ല, അങ്ങനെ ഉപയോഗിച്ച് കളയാളല്ല എൻ്റെ കഴിവ്. ഞാനപ്പോൾ ഫീൽഡൊന്ന് മാറ്റിപ്പിടിച്ചു, തിരക്കഥയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ സിനിമയ്ക്ക് വേണ്ടി രാവും പകലും ഉറക്കുളച്ച് ഞാൻ ഒരു തിരക്കഥ എഴുതി. അപ്പോൾ ഈ തിരക്കഥ കേൾപ്പിക്കാനായിട്ട് ഞാൻ സംവിധാനൻ്റെ അനുവാദം കിട്ടി. പുള്ളിക്കാനത് കേൾപ്പിച്ച് എൻ്റെ സിനിമയിലെ 2 സീനുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലെ മറ്റൊരു കഴിവ് കൂടി മനസ്സിലായി. എനിക്കൊരു സൈക്കാട്രിസ്റ്റ് ആളെ കഴിവുണ്ട്. കാരണം ഒരു സൈക്കാട്രിസ്റ്റ് അദ്ദേഹത്തിൻ്റെ രോഗിയെ ഹിപ്നോട്ടിസ് ചെയ്യാൻ വേണ്ടി മയക്കുന്നത് 30 സെക്കൻഡ് കൊണ്ടാണ്. ഞാൻ കഥ പറഞ്ഞ് 10 സെക്കൻഡുള്ളിൽ ഡയറക്ടർ ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി സൈക്കാട്രിസ്റ്റിൻ്റെ ആളെ. പക്ഷേ എന്നെ ഉറങ്ങിയ ആളെ ഞാൻ വിളിച്ച് എണിപ്പിക്കണമെന്ന് വിചാരിച്ച് പുള്ളിനെ അവിടെ ഇട്ട് പോയി. ഞാൻ എൻ്റെ കഥകളായി പലയിടത്തും അലഞ്ഞ് അവസാനം എനിക്കൊരു പ്രൊഡ്യൂസർ റെഡിയായി. പുള്ളി പടം ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ മലയാള സിനിമയിലെ പല സ്റ്റാർ വാല്യുള്ള നടന്മാരെയും പിന്നെ കുറച്ച് പുതുമുഖങ്ങളെ വെച്ച് പടം ചെയ്ത് പൂർത്തിയായി. കഴിഞ്ഞ ആഴ്ച പടം റിലീസായി. പക്ഷേ പടം ആരും അറിയപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് ഡേ പോലും ഒരു മനുഷ്യൻ പോലും പടത്തിന് കയറിയില്ല.
എന്നാൽ പടം മോശമായിട്ടല്ല, കാരണം പടം മോശമാണെങ്കിൽ പടം കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ. ആളുകൾ വരും, തിയേറ്ററിന് മുമ്പ് വരും, തിരിച്ചു പോകും, വരും തിയേറ്ററിൽ മുമ്പിൽ നോക്കും, തിരിച്ചു വരും. ഇത് എന്താണ് സംഭവിച്ചെന്നൊരു പിടുത്തമില്ല. ഞാൻ ആരെങ്കിലും പാര വെച്ചതാണ്. അവസാനം ഞാൻ പടം മാറ്റി, തിയേറ്റർ മാറ്റി. ഒരുപാട് ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോഴാണ് കാര്യം മനസ്സിലായത്. പടത്തിന് പേരിട്ടാണ് ചെറിയൊരു പ്രശ്നമായിപ്പോയത്. പടത്തിന് ഞങ്ങളിട്ട പേരെന്ന് വെച്ചാൽ ഇന്ന് പ്രദർശനം ഇല്ല. അപ്പോൾ ആളുകൾ വരും, ഇന്ന് പ്രദർശനം ഇല്ലെന്നാണ്, തിരിച്ചു പോകും. അങ്ങനെ പറ്റിപ്പോയത്. പിന്നെ അത് മാറ്റി നല്ലൊരു പേരോടെ രണ്ടാമത് ഇറക്കുന്നുണ്ട്. രാജുചേട്ടൻ്റെ രമേശ് കൊണ്ട് എൻ്റെ പടത്തിന് പറ്റിയൊരു നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യാവോ? ഇന്ന് പ്രദർശനം ഉണ്ട്. അത് എന്താ നിൽക്കുന്നില്ല, എനിക്ക് ഒരു തിരക്കുണ്ട്. ഞാനിപ്പോൾ എൻ്റെ പുതിയൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പടം കഴിഞ്ഞിട്ട് ഉടനെ ഇറക്കാൻ. അടിപൊളി പേരാണ്, അന്യർക്ക് പ്രവേശനമില്ല. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കാണ് ഞാൻ പോകുന്നത്. മെൽവിൻ നന്നായിരുന്നു, നല്ല രസമുള്ള കുറെ തമാശകളായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ്. മെൽവിൻ ഈ കഥകൾ പറയുമ്പം പറഞ്ഞു ഇത് എൻ്റെ ജീവിതാനുഭവമാണ്, ഞാൻ സിനിമയിൽ എത്താൻ വേണ്ടി ആഗ്രഹിച്ചത്, എന്നിട്ട് ഞാൻ തളർന്നില്ല, ഞാൻ പോയി ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മെൽവിൻ തളർന്നിട്ടില്ല, മെൽവിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മെൽവിൻ്റെ ഉള്ളിൽ അതിനോടുള്ളൊരു വലിയ കൊതിയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങളിൽ കുറച്ച് ഗ്രേവിയൊക്കെ ചേർത്ത് കഥയാക്കിക്കൊണ്ട് ഇപ്പോഴും മെൽവിൻ ഈ TV ക്യാമറയ്ക്ക് മുന്നിൽ ഇവിടെ ഇത്ര ശക്തമായി നിൽക്കുന്നതെന്നുള്ളൊരു വലിയ കാര്യമാണ്. നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരുപാട് പേര് രാജേട്ടാ നമ്മളോട് പറയണ്ട, എനിക്ക് ഭയങ്കര അഭിനയമോഹമാണ്. ശരി, തെരുവ് നാടകത്തിൽ അഭിനയിച്ചോ, വേണ്ട. എന്നാൽ സീരിയലിൽ അഭിനയിച്ചോ, ആലോചിക്കാം. നാടകങ്ങളിൽ പോയി അഭിനയിക്ക്, വേണ്ട. അതായത് ഈ അഭിനയമോഹം എന്ന് പറയുന്ന ഒരുപാട് പേർ മോഹിക്കുന്നത് സിനിമയാണ്. സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർഡമാണ്. അവരൊരു നല്ല നടനാവണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് താരമാവണം, എനിക്ക് സ്റ്റാർ ആവണം എന്നുള്ളതാണ്. അതിൽ പലപ്പോഴും ആൾക്കാർ ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ അലഞ്ഞതാണ് ചേട്ടാ, ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട്. കഷ്ടപ്പാട്, ചാൻസ് ചോദിക്കൽ, അല്ലെങ്കിൽ കഥ പറയാൻ പോക്ക്, ഇതൊക്കെയാണ്. അപ്പോൾ സിനിമയിലെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങണ്ട, അവനവൻ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളായി മാറാനും ചെയ്യാനും കിട്ടിയാൽ, ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ പോലും അത് കൃത്യമായിട്ട് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി അവനവൻ ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് ചാൻസ് ചോദിച്ചു തുടങ്ങലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത്. ആദ്യം അവനവൻ കൃത്യമായിട്ട് അതിന് തയ്യാറായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ്. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അല്ലേ? അതായത് ഈ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യില്ല. ഇപ്പം നമ്മുടെ അച്ഛൻ സിനിമ, ഇപ്പം എൻ്റെ അച്ഛൻ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ പറയും, നീ നിൽക്കി, ഇപ്പം മാർക്കറ്റ് വന്നിട്ട് നിവിൻ പോളിക്കാണ്, അതിന്ന് കോടികൾ കിട്ടിയാൽ നിനക്ക് തന്നെയല്ല സൂചിക്കുക, നിനക്ക് തന്നെ എൻജോയ് ചെയ്യാം. നിന്നെ വെച്ചെടുത്താൽ ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ വരത്തില്ല. അച്ഛൻ അങ്ങനെ ബുക്ക് ചെയ്യത്തുള്ളൂ നിവിൻ പോളിയെ. അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വഴികൾ കണ്ടെത്തണം. ഇപ്പോഴത്തെ ഈ കോവിഡ് അസുഖത്തിന് തന്നെ വേറൊരാൾ നമ്മളെ സഹായിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ മാസ്ക് ഇടണം, നമ്മൾ തന്നെ നമ്മുടെ സൂക്ഷിക്കണം, ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് പറയില്ല. നമ്മൾ നമ്മളുടെ അടുത്ത് കെയർഫുൾ ആയിരിക്കണം. അതുപോലെ നമ്മൾ നടനാവണമെങ്കിൽ അതിൻ്റെ 99% പരിശ്രമം നമ്മുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ നമ്മൾ തന്നെയാണ്. പിന്നെ ഭാഗ്യത്തിന് ചില സഹായങ്ങളുണ്ടാകുമായിരിക്കും. ഉദാഹരണത്തിന് പഞ്ചവർണ്ണ തത്ത എന്നുള്ള സിനിമ എടുക്കുമ്പം പിഷാരടി ഞാനിവിടെ ആദ്യം തീരുമാനിച്ചു, ഇതിനകത്ത് ഒരു ഡയലോഗെങ്കിലും പറയാൻ വരുന്ന ഒരാൾ നമുക്കറിയാമെന്നുള്ള മിമിക്രിയിലോ സ്കിറ്റിലോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം. ആ സിനിമ നിങ്ങൾ കണ്ടു നോക്കുക, അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നവൻ കൂടെ ആർട്ടിസ്റ്റാണ്. 68 പുതിയ ആളുകൾ പഞ്ചവർണ്ണത്തത്തിലുണ്ട്. ഒരു രാവിലെ ഓടിപ്പോകുമ്പോൾ ഗുഡ് മോർണിംഗ്, ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് പോലും ഒരു ഡയലോഗുള്ള വേഷമാണ്. സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂണിറ്റിൽ ഒരാളിടെ ഒരു പോസ്റ്റ്മാനാണ്, പെട്ടെന്ന് ഒരു കാക്കി എടുത്തിട്ട് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തിട്ടോ ഇല്ല. നമ്മൾ ആദ്യമേ അയാളുടെ ഫോട്ടോ ഒട്ടിച്ചേക്കണം, പോസ്റ്റ്മാൻ്റെ വരുന്ന ഇന്നിടത്ത് ഇന്ന ആളാണ്, ഇത്രാം തീയതി രാവിലെയാണ്. ഇതിനിടയ്ക്ക് എനിക്ക് വേറെ ഓർമ്മ വന്നത്, ഈ ചോട്ടാ മുമ്പ് എടുക്കുമ്പോൾ ഒരാളിങ്ങനെ സ്ഥിരം അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. ഞാൻ നിങ്ങൾ രാവിലെ 8 മണിക്ക് മോഹൻലാൽ വരും, നിങ്ങൾ ഞാൻ ഒരു 7 മണിക്ക്, ഞാൻ 7 മണിക്കേ വരണം, അത് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നോളാം സാറെന്ന് പറഞ്ഞു. മോഹൻലാൽ 8 മണിക്ക് എത്തി, പക്ഷേ ഇയാൾ എത്തിയില്ല. ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, അന്വർ ചോദിച്ചു, ഇതെന്താണ് ലാലേട്ടൻ വന്നു, രാജേട്ടൻ പറഞ്ഞൊരാൾ ഏതോ നാടക ട്രൂപ്പിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നു, സാറേ വരണ വഴിക്ക് ബൈക്ക് ആക്സിഡൻ്റായി, എൻ്റെ കൈ ഒടിഞ്ഞു സാറേ, ഇവിടെ കിടക്കണം, ഒരു 2 ആഴ്ച കിടക്കണം, എനിക്ക് വയ്യ സാറേ, ബൈക്കും ഒക്കെ കിടന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വേറെ ആരെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഞാൻ ഡോക്ടറുടെ കൊടുക്കാം. ഡോക്ടർ കൈ ഒടിഞ്ഞിട്ടുണ്ട്, കാലിനും ഉണ്ട്, എന്തായാലും ഒരു 3 ആഴ്ച റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നാ വേഷം ചെയ്യട്ടെ. ഇതാണ് ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരാൾ അതിലോട്ട് കയറാനുള്ള അയാളുടെ ഒരു ത്വരയുണ്ടല്ലോ. മെൽവിൻ വന്നതിലും
പെർഫോം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സീ യു അഗൈൻ. താങ്ക് യു. വൺസ് അപ്പോൺ എ ടൈമിൻ്റെ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ നമ്മുടെ സ്വന്തം മണിയമ്പിള്ള രാജുചേട്ടനെയും രമേശ് ചേട്ടനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ്. രണ്ടുപേരും പ്ലീസ്. മറ്റൊരു എപ്പിസോഡ് കൂടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. പലപ്പോഴും നമ്മളുടെ സമ്പാദ്യങ്ങളുടെ കണക്ക് നമ്മളെടുത്താൽ ഇപ്പോൾ രാജചേട്ടൻ 13 സിനിമകൾ നിർമ്മിച്ചു, 1-2 സിനിമകൾ പരാജയപ്പെട്ടു, ബാക്കിയുള്ള സിനിമകൾ ലാഭമാണ്. ഇതെല്ലാം നമുക്ക് അളക്കാവുന്ന അല്ലെങ്കിൽ ഒരു കണക്ക് നോക്കിയാൽ എടുക്കാവുന്ന ഉത്തരമുള്ള മനുഷ്യ ജീവിതത്തിലെ ലാഭങ്ങളാണ്. എന്നാൽ യഥാർത്ഥ സമ്പാദ്യത്തിലോട്ട് വരുമ്പം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. നല്ല ജീവിതം മുഴുവൻ ഒരുപാട് ചിരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഒന്നാണ് നമ്മളുടെ നല്ല ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സിനിമയുടെ നല്ലതും ചീത്തയുമായതും സിനിമയുടെ സാങ്കേതികമായ വളർച്ചകളിലും എല്ലാം അതിനോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് രാജചേട്ടൻ. ഇവിടെ വരുന്ന ഓരോ മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്നതും എല്ലാം കലയിൽ അവർ ഉയരങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെയാണ്. രാജചേട്ടൻ അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആദ്യം പഠിച്ചു സിനിമയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ എത്ര നാള് ചാൻസ് ചോദിച്ചു നടന്നു? 1973 തൊട്ട് 75 2 കൊല്ലം പഠിച്ചു. പിന്നെ അടുത്ത 3 കൊല്ലം ചെറിയ ചെറിയ വേഷങ്ങളായിരുന്നു. പ്രേംനസീർ സാറ്, അടൂർ ബാസി, മരിച്ചുപോയ ജയൻ, അവന് 130 പേര് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആ കാലത്തുള്ളത്. അതുമല്ല, ഇപ്പൊ പ്രേംനസീർ സാറ്, അടൂർ ബാസി ചേട്ടൻ, ജയൻ എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ എല്ലാം പേരുകൾ ഇതുപോലൊരു ചെറിയ പരിപാടിയിൽ ഇന്ന് പറയാൻ പറ്റുന്നത് രാജചേട്ടൻ വന്നതുകൊണ്ടാണ്. 78 ചാമര എന്നൊരു സിനിമ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോയി സ്ക്രീൻ പ്രിൻറ്റിങ് അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളിലൊക്കെ ആയിട്ട് നിന്നപ്പോഴാണ് ബാലചന്ദ്രമേനോൻ വിളിച്ചിട്ട് 81 മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള എന്നുള്ള ടൈറ്റിലുള്ള സിനിമ തരികയും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ അന്ന് 15-16 ദിവസം ഉണ്ടായി സിനിമ തീരുന്നത്. ഈ പറഞ്ഞ മാതിരി 7, 8, 10 ദിവസമൊക്കെ അഭിനയിക്കുമ്പം കിട്ടുന്നത് 100 രൂപയായിരിക്കും. അത് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ 50 രൂപയെ കിട്ടത്തുള്ളൂ. ശ്രീനിവാസൻ ഞാനൊക്കെ 50 രൂപയ്ക്ക്, വെറും 50 രൂപയ്ക്ക് 100 രൂപ തയ്ച്ച് കിട്ടാതെ അഭിനയിച്ച പടങ്ങളുണ്ട്. 100 രൂപ കിട്ടാതെ അഭിനയിച്ച സിനിമകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും നമുക്ക് 100 രൂപയ്ക്ക് കിട്ടില്ല. ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഇതേ നിങ്ങൾ ആ പോസ്റ്റ് ലെറ്റർ ഒന്ന് കൊണ്ട് കൊടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് 10,000 രൂപയും കൊടുക്കണം, ഉച്ചയ്ക്ക് ഊണും ചോദിക്കണം, എന്നിട്ട് ക്യാരവനിൽ സ്ഥലമില്ല. ഇപ്പോൾ ഒരു സംവിധായകൻ്റെ മുറിയിൽ അന്ന് കാലത്ത് നല്ല കൗമാരപ്രായത്തിലോ യുവാവായിരുന്നപ്പോഴോ ചെല്ലുന്ന രാജചേട്ടനോട് അവരെന്തെങ്കിലും പെർഫോം ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇനം കയ്യിലുണ്ടാവുമല്ലോ. അന്ന് MG സോമൻ ചേട്ടൻ അവരൊക്കെ ഇങ്ങനെ നമ്മളെ കൊണ്ട് കിടക്കുമ്പോഴത്തേക്ക് അവരൊക്കെ 2 റിങ്ക കഴിയുണ്ട്, നീ അന്ന് മധുസാറിനെ കാണിക്കേ, നീ അടൂർ ബാസി ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ അന്ന് മിമിക്രി ഒന്നും പ്രചാരത്തിലായിട്ടില്ല. പക്ഷേ ഞാൻ സ്കൂളിൽ പ്രൈസൊക്കെ കിട്ടിയതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. ഞാനിങ്ങനെ വേറെ എങ്ങനെയെങ്കിലും പിടിച്ച് കയറി ഇതിനകത്ത് നിൽക്കണമല്ലോ സംഭവം. അപ്പോൾ അന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും. അന്ന് ഫുഡിന് പോലും ഞാൻ പറഞ്ഞില്ല ഡിസ്ക്രിമിനേഷൻ ഉള്ള കാലഘട്ടമായിരുന്നു. നായകനൊരു ഫുഡ്, താഴെയുള്ള ഒരാൾക്ക് ഫുഡ്, ലൈറ്റ് ബോയ്സിനൊരു ഫുഡ്, അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗമില്ല. ഒരാൾ ഒരു ദിവസം വന്ന് അഭിനയിച്ച് ആ പടം ഓടിക്കഴിഞ്ഞാൽ പിറ്റേന്ന് അയാൾ ചോദിക്കുന്നത് 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, പിന്നെ കോടികളിലേക്ക് ഓടി എത്തുകയാണ്. നസീർ സാറ് തൈർ സാദത്തിന്റെ ഒരു കഥ പറഞ്ഞത് രാജുവേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ, ഫുഡിന്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. ഒരു പ്രാവശ്യം ഈ അവിടെ സേലത്ത് മോഡേൺ തിയേറ്റേഴ്സിൽ എനിക്കെന്തോ വിഗ് എന്തോ അഴിക്കാനുണ്ടായിരുന്നു സംഭവം. അതിനകത്ത് മെയിൻ കോമഡിയനാണ് ബഹദൂർ സാറും ഞാനുമാണ്. രാജു റഹീം എന്നുള്ള പടത്തിൽ കുട്ടപ്പനും ജല്ലപ്പനും 2 മെയിൻ കോമഡിയനാണ്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ ഈ നസീർ സാർ അവർക്കൊക്കെ ഉള്ളൂ ചിക്കനും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് കരിയറുള്ളവർക്ക് ഫുഡുണ്ട്. ഞാൻ ചെന്നിരുന്നപ്പം അതിനകത്ത് ഒന്നുമില്ല, ചോറുണ്ട്, പിന്നെ ഈ ബഹദൂർക്ക് കഴിച്ച പാത്രത്തിൻ്റെ ബാലൻസ് ഉണ്ടെന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും വേണ്ട, ഒരു ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു, ചുറ്റും പറ്റൂലെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും കഴിച്ചില്ല. പിറ്റേ ദിവസം നസീർ സാർ ചോദിച്ചു എന്താണിത്. ഞാൻ സാർ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് അഭിനയിക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹത്തിൽ. അവിടെ 5 കല്യാണ മണ്ഡപങ്ങളുണ്ട്. തരക്കേടില്ലാത്തൊരു ഷർട്ട് ഉണ്ടെങ്കിൽ സദ്യ ഉണ്ടാകുന്നൊരു സ്ഥലത്ത് ഞാൻ വരുന്നത്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ എച്ചിൽ ഞാൻ പറഞ്ഞു സാറിന്. അപ്പം നസീർ സാർ പറഞ്ഞു ഇവരെന്താണ് ഇങ്ങനെ. ഞാൻ 100ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് രാത്രി ചോറ് കൊണ്ടുവച്ചു. ഞാൻ നോക്കിയപ്പോൾ അച്ചാർ പോലും ഇല്ല, വെറും ചോറ്. ഞാൻ ഒന്നും മിണ്ടിയില്ല, കൂജയിൽ വെള്ളം കുടിച്ച് കിടന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 100ാമത്തെ പടത്തെ ഹീറോ ആയപ്പോൾ ഇതൊക്കെ അനുഭവിച്ചനാണ്ട. നീ ഇന്നലെ വന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. സാറ് പറഞ്ഞു ഇപ്പം രമേശ് ചേട്ടൻ ആദ്യത്തെ ചിത്രം സംവിധാനം ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുൻപാണ്. ഇനി ഒരു ചിത്രം ഡയറക്റ്റ് ചെയ്യുമ്പം എന്നെ അറിയിക്കണം, ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു ഓഫർ കൊടുക്കാനുള്ള കാരണം എന്താണ്? അദ്ദേഹത്തിൽ ആ ഒരു സംവിധാന മികവ് നേരത്തെ മനസ്സിലാക്കിയിട്ടാണോ, ഒരു പ്രതിഭ മനസ്സിലാക്കിയിട്ടാണോ? അതിൻ്റെ ഒരു റീസൺ ഉണ്ടായിരിക്കുമല്ലോ, എന്താണ്? അതിനകത്തൊരു ശാസ്ത്രമുണ്ട്. ഈ ചോറ് വെന്തോന്ന് അറിയാൻ ഒരു പറ്റ് പിതുക്കി നോക്കിയാൽ മതി, എല്ലാ പറ്റും ഇങ്ങനെ പിതുക്കി നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ പിഷാരടിയായിട്ട് അതുപോലെയുള്ള അടുപ്പം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു പടം ഡയറക്റ്റ് ചെയ്തോടും ചോദിച്ചു. അത് ചേട്ടാ ഇപ്പം എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു കാലത്തുണ്ടെങ്കിൽ അത് ആദ്യം എൻ്റെ അടുത്ത് പറയണം. പക്ഷേ ആ വാക്ക് പാലിച്ചു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഇങ്ങനെ എവിടെ ഒരു ഷോയ്ക്ക് വന്നിട്ട് ഞാൻ പൃഥ്വിരാജിൻ്റെ അടുത്ത് പറഞ്ഞു
ഞാനിങ്ങനെ പിഷാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറേ നാൾ മുമ്പ്, ഒരു അനക്കവും ഇല്ല വിളിയൊന്നുമില്ല. അപ്പോൾ പൃഥ്വിരാജ് എടുത്ത് വായിക്ക് പറഞ്ഞു, ചേട്ടാ മലയാള സിനിമയിൽ ഒരു ജീനിയസാണ് പിഷാരടി. ഞാൻ പൊക്കി പറയല്ല, പൈസ കൊടുക്കില്ല, ഞാൻ തരൂല, ഫ്രീ ആണല്ലോ ചേട്ടൻ. പിഷാരടി ഒരു ജീനിയസ്. കാര്യം ഈ ദുബായ് ഷോ എല്ലാ ഷോയും കാണുമ്പം ഈ പറഞ്ഞൊരു മോഹൻലാലും പൃഥ്വിരാജും എല്ലാവരും മുമ്പേ ഇരിക്കുകയില്ല കാണാനൊക്കെ. അപ്പോൾ അടിപൊളി ഷോ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ എനിക്കൊന്ന്, ചേട്ടാ അന്ന് പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, അത് എൻ്റെ അടുത്തൊരു കഥയുണ്ട് ചേട്ടാ, എറണാകുളത്ത് വരുമ്പോൾ പറയാം. എനിക്ക് ഇത്തിരി ധൃതിയും വെപ്രാളമുള്ള ആളാണ് ഞാൻ. അത് പറ്റില്ല, ഇപ്പോൾ ഫോണിൽ കൂടെ പറയണമെന്ന് പറയുമ്പോൾ പുള്ളി അതിൻ്റെ ഒരു ത്രെഡ് പറഞ്ഞാൽ പറയും, ഇതിന് വേറെ ആരും പറയണ്ട, നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു, നമ്മൾ കൊണ്ടുപോകുന്നു, നമ്മൾ ആ പടം എടുക്കുന്നു, ഭംഗിയായിട്ട് ചെയ്തു, ഓടി, അതിനൊരു 1-ാം ദിവസം ഫംഗ്ഷനും നടത്തി. അതെ. അപ്പോൾ ഒരിക്കൽ കൂടി രാജുചേട്ടനോട് ഫണ്ട്സ് അപ്പോൺ എ ടൈമിൻ്റെ ഈ ഒരു വേദിയിൽ വന്നതിനും ഞങ്ങളുടെ എല്ലാ മത്സരാർത്ഥികൾക്കും ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകിയതിനും അനുഭവ കഥകൾ ഞങ്ങളുമായി പങ്കുവച്ചതിനുമെല്ലാം ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡിലൂടെ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, it's bye from Once Upon a Time.